വെളിവില്ലാത്ത അൻവറോ ഈ ത്രിമൂർത്തികളോ UDFന് യഥാർത്ഥ വെല്ലുവിളി. നാഴികയ്ക്ക് 40 വട്ടം നിലപാട് മാറ്റുകയും വാക്കുമാറ്റുകയും മലക്കം പറയുകയും ചെയ്യുന്ന PV അൻവർ നേർക്ക് നേർക്കണ്ടാൽ ഒന്നുപോലും പോയി കണ്ണിൽ കണ്ട കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്ത് കളയുന്ന തരത്തിലുള്ള കേരള രാഷ്ട്രീയത്തിലെ അമേദ്യം PV അൻവറാണോ? സ്വാർത്ഥരും കസരമുഖികളുമായ ഈ ത്രിമൂർത്തികളാണോ UDFന് യഥാർത്ഥത്തിൽ വെല്ലുവിളി ഉയർത്തുന്നത്? മനുഷ്യരായി പിറന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും അത് ഈ കൊട്ടത്തേങ്ങാപ്പരുവമായ മൂവർ സംഘമാണെന്ന്. PV അൻവറിനോട് ഇപ്പോൾ ജനങ്ങൾക്ക് ആ ദേഷ്യമെല്ലാം പോയി സഹതാപമായി. ഈ വട്ടുപിടിച്ചവന് ചികിത്സ കൊടുക്കുവാൻ ഈ നാട്ടിൽ ആരുമില്ലേ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. റോഡരികിൽ പട്ടി കാഷ്ടിച്ച അമേദ്യം നാട്ടുകാരുടെ ചെരുപ്പിൽ പറ്റി അത് പതുക്കെ പതുക്കെ ഇല്ലാണ്ടാകുന്നത് പോലെ ഗുണവും മണവും പോയതുപോലെ അൻവറുമൊടുവിൽ ആപിയായി അപ്പിയായി. പക്ഷേ കോൺഗ്രസുകാർ UDFിലെ ഘടകകക്ഷികൾ സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തുന്നത് ഈ ത്രിമൂർത്തികളല്ലേ എന്നതാണ്. ആരാണ് ആ മൂവർ സംഘം? ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് അമേദ്യത്തിന്റെ വില പോലുമില്ലാത്ത KC വേണുഗോപാൽ. ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന മരവാഴ ഇത് കേട്ടാൽ പേര് ദുരുപയോഗം ചെയ്തതിന് എനിക്കെതിരെ കൊണ്ട് മാനനഷ്ടം ഫയൽ ചെയ്യുവാൻ സാധ്യതയുണ്ട്. ദേശീയ കൊണാണ്ടർ പദവിയിൽ ഇരിക്കുമ്പോഴും കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി എങ്ങനെയെങ്കിലും മുഖ്യ മന്ത്രിയാകുവാൻ ഉപജാപപ്പണി ചെയ്യുന്ന മൈത്താണ്ടി. അതിനായി ഇപ്പോൾ ഒരു അരമനക്കിങ്ങിണിയെ റബ്ബർ സ്റ്റാമ്പായിക്കൊണ്ട് KPCC പ്രസിഡന്റായി വെച്ചിട്ടുണ്ട്. KC പറഞ്ഞാലേ കിങ്ങിണി പെടുക്കൂ. 2, വളർച്ചയിൽ കുറുകിയ എങ്ങനെയെങ്കിലും ചാകുന്നതിന് മുമ്പ് മുഖ്യ മന്ത്രി കസേരയിൽ ഒരു ദിവസമെങ്കിലും ഇരിക്കുവാൻ എന്ത് കടുങ്കയും ചെയ്യുവാൻ തയ്യാറായി നടക്കുന്ന പൗഡർ കുട്ടപ്പൻ അല്ലെങ്കിൽ ഉസ്മാൻ രമേശ് എന്നറിയപ്പെടുന്ന രമേശൻ നായർ ഫ്രം ചെന്നിത്തല. മഹാരാഷ്ട്രയിൽ നിന്നും മുഖ്യ ഇലക്ഷൻ ഫണ്ട് കൊണ്ട് ഇവിടെ PR പണികൾ അതിനായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ ചെന്നിത്തലക്കാർ അറിഞ്ഞു തോൽപ്പിക്കും എന്നതാണ് വിവരം. 3-മൻ K സുധാകരൻ. KPCC പ്രസിഡന്റ് പദവിയിൽ നിന്നും തന്നെ ചവിട്ടി പുറത്താക്കിയതിൽ പുകയുന്ന അഗ്നിപർവ്വതം. തന്നെ പണിഞ്ഞവന്മാർക്കിട്ട് എവിടെ പണിയാൻ അവസരം കിട്ടിയാലും സുധാകരൻ പണിഞ്ഞിരിക്കും കട്ടായം. സുധാകരനിലാണ് ഇടതുപക്ഷത്തിന്റെ സകല പ്രതീക്ഷയും. സുധാകരന് കടിക്കുവാൻ പാകത്തിലുള്ള നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കാനായി ഒരു പ്രത്യേക ടീമിനെ തന്നെ അവർ സജ്ജമാക്കി കഴിഞ്ഞു. ഈ 3 മൈത്താണ്ടികളും ചേർന്ന് സ്വാർത്ഥ ലാഭത്തിനായി പിതൃശൂന്യ പരിപാടികൾ തുടർന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കുറഞ്ഞത് 100-120 സീറ്റ് വരെ കിട്ടുവാൻ സാധ്യതയുണ്ടായിരുന്ന UDFനെ വീണ്ടും ഇവന്മാർ 3-ാം സ്ഥാനത്ത് കൊണ്ടിരുത്തുവാനുള്ള പദ്ധതികളാണ് കാണുന്നത്. രമേശനും KC വേണുഗോപാലും സതീശനും കൂടി ചേർന്നിതാ വെറും ഒരു റബ്ബർ സ്റ്റാമ്പിനെ മെത്രാന്മാരുടെ ഒരു അടിമയെ പിടിച്ചുകൊണ്ട് KPCC പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ്. ഉസ്മാൻ രമേശ് വായിൽ തോന്നിയത് മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് കാണുമ്പോൾ പൊട്ടൻ റോസാപ്പൂ കണ്ട പോലെ സണ്ണിച്ചുട്ടൻ വായും പിളർന്നിരിക്കുകയാണ്. ഒരു സർട്ടിഫൈഡ് കിണയെ തന്നെ റബ്ബർ സ്റ്റാമ്പാക്കിക്കൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്ത് വെച്ചിരിക്കുകയാണ് ഇവന്മാർ. കോൺഗ്രസ് പാർട്ടിയുടെ ലെങ്സിനെയും കരളിനെയും വൃക്കകളെയും ബാധിച്ചിരിക്കുന്ന ഈ അർബുദങ്ങളെ വൈദഗ്ധ്യത്തോടെ ആംപ്യൂട്ട് ചെയ്ത് കളഞ്ഞ് കീമോതെറാപ്പി ആരംഭിച്ചില്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ BJPയുടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ ആദ്യ വിജയം ഈ കേരളത്തിൽ തന്നെ ഉണ്ടാകും. അതും ഈ ത്രിമൂർത്തികളാൽ. കോൺഗ്രസിനെ നശിപ്പിക്കുവാൻ ഞങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലാണ് ഇവർ. സമാനമായ ചിന്ത പങ്കുവച്ചുകൊണ്ട് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക പക്ഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ CM രാജേന്ദ്രനാണ്. നമസ്കാരം, ശ്രീ രാജേന്ദ്രൻ അല്ലേ? പറഞ്ഞോളൂ സാർ. ഞാൻ വിളിച്ചത് വലിയൊരു തമാശ കണ്ടിട്ടാ. അതായത് അൻവർ രാവിലെ പറഞ്ഞതിൽ നിന്നും സമ്മർസാൾട്ട് അടിച്ച് ഇപ്പൊ വേറൊരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുകയാണ്. മത്സരിക്കുമെന്ന് അല്ലേ? എന്റെ അണികൾ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശില്ലാത്തത് കൊണ്ട് കാശുമായിട്ട് ആളുകൾ വന്ന് ക്യൂ നിൽക്കുകയാണ്. അണികൾ അതിന് എനിക്ക് മനസ്സിലാകാത്തത് ഈ തൃണമൂൽ കോൺഗ്രസില് ഈ അണികൾ എന്ന് പറയാൻ യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഈ സംഭവം എന്തോ നടക്കുന്നുണ്ടോ? അതായത് താങ്കൾ ഒരു അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാ. താങ്കൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുമുണ്ട്. ഒരിക്കൽ ഞാൻ അവിടെ നിന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിലൊരു സത്യം ഞാൻ പറഞ്ഞില്ലേ, തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ബാനറും അദ്ദേഹത്തിന് ഇല്ല. കാരണം ഇപ്പൊ താങ്കൾ ചോദിക്കാം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് ഇദ്ദേഹം ഈ
തൃണമൂൽ കോൺഗ്രസിന്റെ പേര് പറയുന്നതെന്നുള്ളത് അതെ. ഒരു ന്യായമായ ചോദ്യം നിങ്ങൾ സാധാരണ ആളുകളെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തൃണമൂൽ, അതായത് ഇപ്പൊ നമുക്കറിയാലോ, അൻവറിനെ സംബന്ധിച്ച് ഓന്ത് പോലും അൻവറിന്റെ മുമ്പിൽ തോറ്റുപോകും. ഓന്ത് പോലും സെക്കൻഡുകൾക്കുള്ളിൽ നിറം മാറാൻ കഴിയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു വ്യക്തി ആരാണ് ഏക ജീവി. ഇത് മനുഷ്യനൊന്നും ഇതിനെ നമുക്ക് പറയാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഉറപ്പാണ്, ഒരു ജീവിതം മനുഷ്യ രൂപമുള്ള ഏതോ ഒരു സാധനം. അത്രേ ഉള്ളൂ. അതാണ് ശരിക്കും അൻവറിപ്പോ. അപ്പൊ അദ്ദേഹത്തിന്റെ പറച്ചിലൊന്നും സാധാരണ ജനങ്ങൾക്ക്, പത്രക്കാർ പോലും ഇപ്പൊ ഏറ്റെടുക്കാനായി. ഇപ്പൊ പത്രക്കാർ പോലും മൈൻഡ് ചെയ്യുന്നില്ല. ആ അവസ്ഥ എനിക്ക് എത്തി. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ യാതൊരു സ്ഥാനവും ഇല്ലാത്ത ഒരാള് തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യം, ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. അതൊന്നും നടക്കണ കാര്യമല്ല. പിന്നെ അതുമല്ല, ഈ തൃണമൂൽ കോൺഗ്രസിന് സെക്രട്ടേറിയറ്റ് ഇല്ല. അതുപോലും ഈ വിഡ്ഢിയായ അൻവറിന് മനസ്സിലാവുന്നില്ല വസ്തുത. കാരണം തൃണമൂൽ കോൺഗ്രസിന് ഉള്ളത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. TMC സ്റ്റേറ്റ് കമ്മിറ്റി ഉള്ളത് സെക്രട്ടേറിയറ്റ് ഒന്നും സംഭവമില്ല. അപ്പൊ സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നത് ബീവിയും പിള്ളേരും ഒക്കെ ആയിരിക്കും ഉപദേശിക്കുന്ന സെക്രട്ടേറിയറ്റ് പറയുന്നത്. അല്ലാതെ ഇവന്റെ കൂടെ ആരാ അണികളുള്ളത്? ഇപ്പൊ ആരുമില്ല. ഇപ്പൊ ആദ്യം വളരെ വലങ്കയായിരുന്ന ആളെ ബന്ധു പോലും വിട്ടുപോയെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ആളെ വലങ്കയായിരുന്ന ബന്ധു ഉണ്ടാവുള്ളത്. അദ്ദേഹം പോലും ഇദ്ദേഹത്തെ വിട്ടുപോയി എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പല വീഡിയോകളും കാണുമ്പോൾ നമുക്ക് എനിക്ക് വളരെ സംശയമുള്ള ഒരു കാര്യം എന്താണെന്ന് സാറേ, അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട്. സംതിങ് ഈസ് റോങ് സംവെയർ. സത്യമായിട്ട് ഇതൊരു മാനസിക രോഗമാണെന്ന് സത്യം പറഞ്ഞത് ആർക്കും ഇതുവരെ മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയും ഫ്ലക്ച്വേഷൻ ഉള്ള ഒരു മനസ്സിനുടമ എന്ന് പറയുന്നത് സാമാന്യ ബോധം പോലും ഉള്ളവന്മാർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിലുള്ള. ഞാൻ പറയണത് ഇത് പറയാനുള്ള എനിക്ക് സംശയം തോന്നാനുള്ള ഒരു കാര്യം, ഇന്ന് ഞാനൊരു വീഡിയോ ഉണ്ട് ഇദ്ദേഹത്തിന്റെ, 2 വീഡിയോസ് ഉണ്ട്. അതിൽ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് 10 പൈസ എന്റെ കയ്യിലില്ല, 1 രൂപ പോലും ഇല്ല, എന്റെ വീടും പറമ്പും പോലും എന്റെ പ്രോപ്പർട്ടികളെല്ലാം പോലും ജപ്തിയുടെ പക്കത്താണ്. ഒരു പക്ഷെ ഇന്ന് ജപ്തി ചെയ്യാം, ഒരു പക്ഷെ നാളെ ജപ്തി ചെയ്യാം. ഞാൻ അങ്ങനെ ഇലക്ഷൻ മത്സരിക്കുന്നു, എനിക്ക് 1 രൂപ പോലും ഇല്ല, ഞാൻ പെരുവഴിയിലാണ്, ഞാനൊരു പിച്ചക്കാരനാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വീഡിയോ. തൊട്ടപ്പുറത്തൊരു വീഡിയോ ഞാൻ അദ്ദേഹത്തെ കണ്ടത്, എല്ലാവരും ഞാൻ കൊല്ലും, ഞാൻ ആകെ അവസാന ലാപ്പിലാണ് നിൽക്കുന്നത്, എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല, സകലത്തിന് കൊന്നിട്ട് ഞാൻ പോകുള്ളൂ, അങ്ങനെ ഇന്ന് എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട എന്നൊരു വീഡിയോ കണ്ടു. പിന്നെ അവസാനം ഞാൻ ഇപ്പൊ കണ്ട വീഡിയോ, അദ്ദേഹത്തെ ഇന്ന് കണ്ട വീഡിയോ, എന്റെ അണികൾ എന്നോട് പറയുന്നു മത്സരിക്കണമെന്ന്. സാമ്പത്തികത്തിനൊരു പ്രശ്നമില്ല, സാമ്പത്തികത്തിനൊരു പ്രശ്നമില്ല, സാമ്പത്തികം ഞങ്ങൾ തരാമെന്ന്. ആര് തരാൻ നിങ്ങൾക്ക് സാമ്പത്തികം? എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇയാളെ ആദ്യമേ കുരയ്ക്കാൻ ഇറക്കിയ നമ്മുടെ മുതലാളി ചിലപ്പോൾ ഈ ദാരിദ്ര്യം കണ്ടു വല്ലതും ഫണ്ട് കൊടുക്കാന്ന് വല്ലതും പറഞ്ഞു കാണും, അല്ലെ അത് പ്രതീക്ഷിച്ചായിരിക്കും ചിലപ്പോൾ ഇത് പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ, അയാൾ പറയുന്നതിന്റെ ആ ഒരു വൈകല്യം ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടെന്നുള്ളതാണ്. നല്ലൊരു വിദഗ്ധ ചികിത്സയ്ക്ക് അയാളെ കൊണ്ടുപോകണം. ശരിക്കും പറഞ്ഞാൽ അതിനാളെ ബന്ധുക്കാരോ സ്വന്തക്കാരോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരോ തയ്യാറാവണമെന്ന് എനിക്ക് പറയാം. ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണം. കാരണം ഇവൻ ഈ സംസ്ഥാനത്തിന്റെ തന്നെ സമനില തെറ്റിക്കുന്ന പണിയുമായിട്ട് രാവിലെ തൊട്ട് ഇറങ്ങുമല്ലേ, പൊതുശല്യമായിട്ട് പ്രഖ്യാപിച്ച് ഇവനെ കൂട്ടിക്കെട്ടി സർക്കാരിന്റെ ഇനിഷ്യേറ്റീവിൽ ഇവനെ ചികിത്സയ്ക്ക് വിടണം. അത് സമൂഹത്തിന്റെ ആവശ്യമാണ്. സത്യത്തിൽ അങ്ങനെ ആവശ്യമാട്ടോ. കാരണം അദ്ദേഹത്തെ എന്തൊക്കെ ആർക്കും എന്തൊക്കെ ഒരു ഡിപ്രഷൻ ഉണ്ട്. കാരണം എവിടേക്ക് എന്തൊക്കെ ലൂസായ പോലെയുള്ള സംസാരം കേട്ട് കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഓരോ സെക്കൻഡിലും പല പല കാര്യങ്ങൾ, ഒരു വിഷയം തന്നെ പല രൂപത്തിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വിഷയം തന്നെ പല രൂപത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഈ മെന്റൽ ഡിപ്രഷനുള്ള ആളുകളൊക്കെയാണ്. അല്ലാതെ സാധാരണക്കാരന് സാമാന്യ ബുദ്ധിയുള്ള ഒരു ബുദ്ധിയുമില്ലാത്ത ഒരാൾ പോലും ഇങ്ങനെ സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അല്പം ബുദ്ധിയിലും ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി തീർച്ചയായിട്ടും സുകുമാരി പറയുന്ന ഒരു ഡയലോഗ് അത്. ആ ഡയലോഗ് ശരിക്കും പലപ്പോഴും നമുക്ക് അർത്ഥവത്തായിട്ട് വരുന്ന ഇദ്ദേഹത്തെ കാണുമ്പോഴാണ്. കാരണം എന്തൊരു മനുഷ്യനല്ല ഇങ്ങനെ ഒരു അതായത് താഴാം ഒരു മനുഷ്യന്, തരം താഴാൻ മനുഷ്യന്, ഭൂമിയോളം താഴാൻ മനുഷ്യൻ, അതിനേക്കാൾ താഴ്ന്നു പോയി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാനുള്ള അവസ്ഥ. ഒരു കാലത്ത് ഒരു വർഷം മുമ്പ് വരെ കേരളത്തെ അടക്കി വാണിയിരുന്ന ഒരു മനുഷ്യനാണ്. എന്തായിരുന്നു ഇവന്റെ ലൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മാപ്രകൾ പോയി അവിടെ കിടക്കുകയായിരുന്നു ഓവിബാനും. പിന്നെ ഈ സഖാക്കൾ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലിട്ട് അമ്മാനമാടുന്നു, അൻവർക്ക് എന്ന് പറഞ്ഞ് എന്താ പറയാ, മൊത്തം പൊക്കി പിടിച്ചത്. ഞാൻ ഇപ്പൊ അവനെ അത് ചെയ്യും, ഇവൻ ഇത് ചെയ്യും, മറുനാടൻ ഷാജനെ ഞാൻ കൊന്നുകൊല പിടിക്കും, മറുനാടൻ ഷാജനെ സ്ഥാപനം പൂട്ടിക്കും, അജിത് കുമാറിനെ ജയിലിലേക്ക് വിടും, പിണറായി വിജയനെ നശിപ്പിക്കാൻ വേണ്ടി തീപ്പന്തമായി മാറും. എന്തൊക്കെയായിരുന്നു അയാളെ എന്താ പറയാ, മറ്റേ ഇത് പറഞ്ഞ പോലെ തന്നെ മലപ്പുറം കത്തി അമ്പും വില്ലും ഒക്കെ ആയിട്ട് വന്നോൻ ഇപ്പതേ ശവമായി. ശവമായി. അതാണ് അവസ്ഥ. ഒന്നുമല്ലാത്ത ഒരു അൻവറിനാണ് ഇപ്പൊ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പൊ ജനങ്ങൾ കാണുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ എന്തോ ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളായിട്ട് കാണുന്നത്. നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. പക്ഷേ അത് മനസ്സിലാത്ത 3 പേര്, 1 കെ സുധാകരൻ, 2 രമേശ് ചെന്നിത്തല, ഇവർ 2 പേരുമാണ്. ഒരാളുണ്ടല്ലോ ഇവരുടെ എല്ലാം മൂക്കേറും പിടിച്ചോണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, വേണുഗോപാൽ.
നമ്മളിത് എല്ലാവരും പേര് നമുക്ക് അറിയാഞ്ഞിട്ടല്ല. ഈ 3 പേർ പക്ഷെ KC വേണുഗോപാൽ അല്പം പിടികിട്ടിട്ടുണ്ട് തോന്നുന്നു ഇപ്പൊ. ഇനി സപ്പോർട്ട് ചെയ്താൽ നാറും എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഇല്ലെന്നേ ഉള്ളൂ. അടിയിൽ കൂടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അടിയൊക്കെ ഇന്ന് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, KC വേണുഗോപാലിന് വളരെ വ്യക്തമായ ധാരണയുണ്ട്, ഒരു അജണ്ടയുണ്ട് സാറേ. ഇതില് KC വേണുഗോപാൽ വ്യക്തമായ അജണ്ടയുണ്ട്. അയാളുടെ ഒരു അജണ്ട എന്താണ്? അയാളുടെ അജണ്ട വേറെ ഒന്നുമല്ല. രമേശ് ചെന്നിത്തലനെ ഇറക്കി വിട്ടതും ഈ KC വേണുഗോപാൽ തന്നെയാണ്. അപ്പുറത്ത് സതീശനെ ഇറക്കി വിട്ടതും ഈ KC വേണുഗോപാൽ തന്നെയാണ്. അതാണ് അജണ്ട എന്ന് പറയാൻ കാരണം 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, KC വേണുഗോപാല് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കേരളത്തിനെ കൊണ്ടുവന്ന്, അതായത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ജയിക്കില്ല എന്നുള്ളത് വേറെ കാര്യം, ഭരണം കിട്ടൂല്ല എന്നുള്ളത് പിന്നീടുള്ള കാര്യം. അപ്പോ രമേശ് ചെന്നിത്തലയെ കൊണ്ടും സതീശനെ കൊണ്ടും 2 സൈഡ് അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി ഈ മുട്ടനാടിനെ തല്ലുപിടിപ്പിച്ച് നടുക്കുന്ന് ചോര കൊടുക്കുന്ന ആ ചെന്നായിയുടെ റോളാണ് ഇപ്പൊ KC വേണുഗോപാൽ. കാരണം ഈ രമേശ് ചെന്നിത്തലയെ കൊണ്ട് അൻവറിനെ പിന്താക്കിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു, ഇപ്പുറത്ത് അൻവറിനെതിരാക്കി സതീശനെ നിർത്തിയിരിക്കുന്നു. അതിന്റെ കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ് ഇവരുടെ 3 പേരുടെയും ലക്ഷ്യം. അല്ലാതെ കോൺഗ്രസിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ പാർട്ടിയെ സംരക്ഷിക്കാനോ അൻവറിനോടുള്ള സ്നേഹമോ തീവ്ര സ്നേഹമൊന്നും അല്ല ഇതിന്റെ കാരണം. ഈ അൻവർ ആണോ സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പേടിക്കേണ്ടത്, അതോ ഈ ത്രിമൂർത്തികളെയാണോ? അൻവറിന് കോൺഗ്രസിന് ഒരു പേടിയും വേണ്ട. അൻവറിന് ഒരു പേടിയും വേണ്ട. കോൺഗ്രസിനെ പേടിക്കേണ്ടത് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഈ ടീമിനാണ് ശരിക്കും പേടിക്കേണ്ടത്. സുധാകരൻ ഏതാണ്ട് അൻവറിന്റെ അതേ മനോഭാവം, എല്ലാവരും ഞാൻ തീർക്കൂടാന്നും പറഞ്ഞ് നെഞ്ചത്ത് ബോംബും കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാ. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം കോൺഗ്രസിനെതിരായിട്ടുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് കിട്ടാത്ത വേറെ ഒരുത്തനും കിട്ടണ്ടെന്നുള്ളൊരു ഒരു മാനസികാവസ്ഥ. ഈ മാനസികാവസ്ഥയുള്ള ഒരാളെ ഈ അൻവറിനെ ഉപയോഗിക്കുന്ന പോലെ മറ്റുള്ളവർ എതിർ കക്ഷിക്കാർ ഈ സുധാകരന്റെ ഈ മാനസികാവസ്ഥയെ അവർ ഉപയോഗിക്കത്തില്ലേ? ഇത് കോൺഗ്രസിന് വലിയ അപകടകരമല്ലേ? ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. കാരണം ഞാൻ പറയാം, സുധാകരൻ ഇപ്പൊ ഈ KPCC പ്രസിഡന്റ് സ്ഥാനം മാറിയതിനു ശേഷം അദ്ദേഹം കോൺഗ്രസിന്റെ ചില കാര്യങ്ങളിൽ നിൽക്കുന്നു, ഏകദേശം കാര്യങ്ങളിലെല്ലാം എതിരായിട്ടാണ് നിൽക്കുന്നത്. ആ എതിരായിട്ട് നിൽക്കുന്നത് സതീശൻ പറഞ്ഞതല്ല തീരുമാനം എന്ന് സുധാകരൻ പറയണമെങ്കിൽ സുധാകരൻ പറഞ്ഞതാണ് തീരുമാനമെന്ന് മറ്റുള്ളവർ അംഗീകരിക്കണ്ടേ? അതില്ലല്ലോ. അതായത് സതീശൻ പറഞ്ഞതല്ല കോൺഗ്രസ് തീരുമാനം, സതീശൻ അങ്ങനെ പലതും പറയുമെന്ന് സുധാകരൻ പറയുമ്പോ അന്ന് സതീശൻ പറഞ്ഞതല്ല ശരിയെന്ന് സുധാകരൻ പറഞ്ഞതാണ് ശരിയെന്ന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡോ കോൺഗ്രസ് ലീഡർഷിപ്പോ അംഗീകരിക്കണ്ടേ? ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ കോൺഗ്രസിന്റെ അലൈൻമെന്റ് തെറ്റിക്കുന്ന ഈ 3 അവന്മാരല്ലേ, ഇത് ഈ ഉസ്മാൻ രമേശ്, KC വേണുഗോപാല്, K സുധാകരൻ, ഈ 3 എലമെന്റിനെയും സത്യം പറഞ്ഞാൽ അൻവർ എന്ന് പറഞ്ഞാൽ ഒരു അമേദ്യം ലെവലിലായി പോയി. അത് ആളുകളുടെ കാലം പറ്റി എല്ലാം പോയി. ഇപ്പോഴും ചെറിയ ദുർഗന്ധം വമ്പിക്കുന്ന അവിടെ ഇവിടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ 3 എലമെന്റ് കോൺഗ്രസിനെ ബാധിച്ചേക്കുന്ന 3 ക്യാൻസറുകൾ, 3 അവയവങ്ങളെ ബാധിച്ചേക്കുന്ന ക്യാൻസറുകളല്ലേ യഥാർത്ഥത്തിൽ? ഇത് കോൺഗ്രസിനെ കൊണ്ടല്ലേ പോകത്തുള്ളൂ? ഒരു തർക്കവും വേണ്ട. അത് കോൺഗ്രസ് അണികൾക്കും അറിയാം, കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. ഇവിടെ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണെന്നേ. കാരണം എനിക്കില്ലെങ്കിൽ മറ്റാർക്കും വേണ്ട എന്നുള്ള ചരിത്രം. ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടേണ്ടതല്ലായിരുന്നു. ആരാ നശിപ്പിച്ചത്? ഇവരില്ല നശിപ്പിച്ച CPM. ഇപ്പൊ ഞാൻ പറയാം, ഈ മൂന്നാം ഘട്ടത്തിലും പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എലക്ഷനെ നേരിടാൻ CPM-നും ഇടതുപക്ഷം ചങ്കൂറ്റമുണ്ടെങ്കിൽ ആ ചങ്കൂറ്റം എവിടെ നിന്ന് ഉണ്ടായി എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവന്മാരുടെ കഴിവുകളിൽ നിന്നും. ഇവന്മാരുടെ കഴിവുകേട്, ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ കഴിവുകേടാണ് ഇന്ന് വീണ്ടും 3ാം ഭരണത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഇലക്ഷൻ 81 വയസ്സായ പിണറായി വിജയനെ മുന്നിൽ നിർത്തി അവർ ഒന്നടങ്കം ഒരു ശബ്ദവും മറ്റൊരു അപസ്വരവും ഇവരിൽ നിന്നും കേൾക്കാതെ പിണറായിയുടെ ഒരു ശബ്ദം മാത്രം മുഴുക്കിക്കൊണ്ടുവരുമ്പോഴത്തേക്കും എന്തുകൊണ്ടും ജനങ്ങൾ തന്നെ ഓർക്കത്തില്ലേ, എടാ ഈ വൃത്തികെട്ടവന്മാർ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് പോലും ശേഷിയില്ലാത്ത ഇത്രയും കടന്ന് തമ്മി തല്ലുന്ന 36 അഭിപ്രായവുമായിട്ട് കടന്ന് തമ്മിലടിക്കുന്ന ന്യൂമാരെക്കാൾ എന്തുകൊണ്ടും ഭേദം 81-കാരനായ പിണറായിയുടെ ദുർഭരണത്തിൽ തന്നെ തുടരുന്നതല്ലേ നല്ലതെന്ന് ജനങ്ങള് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക്? അല്ല, ജനങ്ങൾക്ക് പിണറായി വിജയനെ മാറ്റണം അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ പിണറായി വിജയനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് കോൺഗ്രസാ. കോൺഗ്രസ് നേതാക്കന്മാർ അണികളല്ല. ഈ കേരളത്തിലെ ജനത ഈ ഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഭരണം ഒന്ന് നഷ്ടപ്പെടണം, അല്ലെങ്കിൽ ഈ ഭരണത്തിൽ നിന്ന് ഇവരെ തൂത്തെറിയണം ഒരുപാട് ജനങ്ങൾ സാധാരണക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഭരണം തന്നെ മതി എന്ന് കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ സത്യം പറയും, VD സതീശനെ നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാലും VD സതീശൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ യുവതലമുറയെയും ഈ പഴയവരെയും എല്ലാം കുഴപ്പമില്ലാതെ മേയിച്ച അത്യാവശ്യം ഒരു അവസരങ്ങളൊന്നുമില്ലാതെ നന്നായി വന്നുകൊണ്ടിരുന്നപ്പം ഈ നമ്മുടെ ഉസ്മാൻ രമേശ് അല്ല ഇതിനകത്ത് ചാടി വീണ് ഇതിന്റെ കംപ്ലീറ്റ് അലൈൻമെന്റ് തെറ്റിച്ച് ഈ ഒരു മുഖ്യമന്ത്രി കസേര
ഇടയ്ക്ക് ഒരു തമ്മിലടി ഉണ്ടെന്നൊരു പ്രതീതി ഉണ്ടാക്കി ഈ പെരുന്നാ പോപ്പിന്റെ അടുത്ത് പോയി അയാളെ കൊണ്ട് വേണ്ടതീനം പറയിപ്പിച്ച് ഈ പാർട്ടിയുടെ അലൈൻമെന്റ് കളഞ്ഞ ഈ ഉസ്മാൻ രമേശല്ലേ? അതെ, ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയി അടങ്ങുമെന്ന് വാശി പിടിച്ചതാക്കുക. ഒരുപാട് ജാതിമത സംഘടനകളുടെ പിന്നെ കുറച്ച് ആളുകൾ പിന്തുണയുണ്ടെന്നാണ് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരാള്. സുധാകരൻ ആദ്യം പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കില്ലേ അവർക്കും വേണ്ടെന്ന് സുധാകരന്റെ ചിന്താഗതി. ഇവിടെ സതീശന്റെ ഗതിയും അത് തന്നെയാണ്. എനിക്കില്ലേ മറ്റുള്ളവർക്കും വേണ്ട. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സതീശൻ അടുത്ത വർഷം പറവൂർ ജയിക്കുന്നു? താങ്കൾ വിചാരിക്കുന്നുണ്ടോ? രമേശൻ ചിലപ്പോൾ തോക്കാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണെന്നറിയോ? പരസ്പരം കാലുവാരി തോൽപ്പിക്കും കോൺഗ്രസ്സുകാർ. അത് ആരൊക്കെയാണെന്നറിയോ? സതീശനെ തോൽപ്പിക്കാൻ സുധാകരനും മറ്റേ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒരു ഭാഗത്തുണ്ടാവും. രമേശിനെ തോൽപ്പിക്കാൻ സതീശനും KC വേണുഗോപാലും വേറൊരു ഭാഗത്തുണ്ടാവും. ഇവർ തമ്മിൽ തല്ലുവിടാതെ ഒരു മധ്യസ്ഥ സ്ഥാനാർത്ഥിയായിട്ട്, മധ്യസ്ഥ മുഖ്യമന്ത്രി ആയിട്ട് KC വേണുഗോപാലിന് കേരളത്തിലേക്ക് ചുവടുവെപ്പ് നടത്താൻ കഴിയുള്ളൂ. അതിനു വേണ്ടി ഇവരെ തമ്മിൽ തല്ലിക്കും. ജയിക്കോ ജയിക്കില്ല എന്നുള്ള തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പിന്നെ എല്ലാം കൊണ്ടും പൊറുതി മുട്ടി നിൽക്കുന്ന ജനങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാർ വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഇടതുപക്ഷത്തിനെ കൊണ്ടുവന്നേ അടങ്ങൂ എന്ന വാശിയുമായി ഇറങ്ങുന്ന രമേശ് ചെന്നിത്തലയും ഈ സതീശനും ഈ സുധാകരനും. ഞാൻ പറയട്ടെ, കോൺഗ്രസിന് നേതാക്കാൻ പറ്റാത്തവർ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഒറ്റ കാര്യം, വേറെ ഒന്നും വേണ്ട. ഇവർ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ മാത്രം. അടുത്ത തെരഞ്ഞെടുപ്പ് 100 മുതൽ 120 വരെ സീറ്റ് മേടിച്ച് അധികാരത്തിൽ വരാവുന്ന ഒരൊറ്റ ഐഡിയ ചെയ്താൽ മതി. ഒറ്റയ്ക്കൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഷാഫി പറമ്പിൽ, രാഹുൽ മൂങ്കൂട്ടത്തിൽ, സന്ദീപ് വാര്യർ, ജിൻഡോ ജോൺ, അതുപോലെ തന്നെ മാത്യു കുഴൽനാട്, അബിൻ വർക്കി, ഇവരുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവരൊക്കെ നിയന്ത്രിക്കാൻ ശശി തരൂരിനെ പോലെ 1-2 പേരും ഇവര് നിർത്തിയിട്ട് ഈ ഇലക്ഷൻ കേരളത്തിൽ നേരിടട്ടെ. ചിത്രം മാറും കേരളത്തിന്റെ. അതിന് ഈ മുതുകാളകൾ സമ്മതിക്കത്തില്ല. യുവമാരൊന്നും ചെയ്യത്തില്ല ചെയ്യിക്കത്തില്ല എന്ന അവസ്ഥയില് യുവമാര് ഇങ്ങനെ കാലും പറിച്ച് കൊമ്പും കുത്തിച്ച് ചാടുവല്ലേ. ഒരു മനുഷ്യനെ അടുപ്പിക്കത്തില്ല യുവമാര്. അതല്ലേ പറഞ്ഞേ. അടുത്ത പ്രാവശ്യം 120 സീറ്റാണ് ഞാൻ പറഞ്ഞത്. 100 മുതൽ 120 സീറ്റ് വെച്ച് അധികാരത്തിൽ മതി. ഈ ഒറ്റ പോളിസി വർക്കൗട്ട് ചെയ്താൽ മതി. ഈ ഒറ്റ ടീം, ഈ 5 പേരെ 6 പേരെ വെച്ചുകൊണ്ട് അങ്ങനെ ഇറക്കിയിട്ട് ശശി തരൂരെ ലീഡർഷിപ്പിൽ നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് 120 സീറ്റ് വെച്ച് അധികാരത്തിൽ UDF കൂടെ ഒരു സംശയമില്ല. പക്ഷെ ചെയ്യൂല. അല്ല, അങ്ങനെ സാധ്യത കൊണ്ട് യുവമാർ ഞങ്ങൾക്കിന്റെ ഒരുത്തനും വേണ്ട, ഒരു സീറ്റും വേണ്ടെന്ന് പറഞ്ഞ് യുവമാരിനെ നശിപ്പിച്ച് ഈ പ്രസ്ഥാനം തന്നെ കോൺഗ്രസ് മുക്ത അജണ്ട യുവമാർ തന്നെ ഏറ്റെടുത്ത് ഇവിടെ തന്നെ ഇതിന്റെ പരിപാടി യുവമാരെ നിർത്തി കൊടുക്കും. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ആ മുദ്രാവാക്യം കോൺഗ്രസ് ആയിട്ട് നടപ്പാക്കുക കേരളത്തില്. കോൺഗ്രസ് മുക്ത ഭാരതം പറയുന്നത് BJP നടപ്പിലാക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാ കേരളത്തില്. അതെ, അതാണ് ഇതിന്റെ സത്യാവസ്ഥ. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടാ, ജനങ്ങൾ ഇത്രയൊക്കെ വെറുത്തിട്ടും പിന്നെയും ഇവരുടെ ചെറിയൊരു എന്താ പറയാ, ചാവാൻ നേരത്തെ കിട്ടുന്ന കച്ചിത്തുരുമ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ. എന്നാൽ ആ കച്ചിത്തുരുമ്പായിട്ട് ഇപ്പോഴും UDF കാണുന്നത് കൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇവരുടെ പുറത്തിറങ്ങി നടക്കണത്. പുറത്തിറങ്ങി നടക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജനം കല്ലെറിഞ്ഞ് കൊല്ലും. അത്രയ്ക്ക് വെറുത്തു. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഒന്നും മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിൽക്കും. നിന്നെയൊക്കെ ഒരു 140 സീറ്റ് ഒന്ന് ഞങ്ങൾ ജയിപ്പിക്കാന്ന് പറഞ്ഞ് ഇവിടെ ജനങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ മുതുകാളുകൾ ഇവിടെ കിടന്ന് കടികൂടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നീയൊക്കെ ഒന്ന് അടങ്ങി നിൽക്കുക. തമ്മിലടിയില്ല, നീ ഒന്നും മിണ്ടണ്ട, വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട, ഒന്ന് നിന്ന് തന്നാ മതി, ഞങ്ങൾ ജയിപ്പിച്ചതാന്ന് പറഞ്ഞ് ഇവിടെ ജനങ്ങൾ നിൽക്കുമ്പോഴാണ് ഇവന്മാര്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. കാരണം ജനങ്ങള് ഇവരെ ഒഴിവാക്കാൻ നിൽക്കുമ്പോ ഇവരെ ഇടതുപക്ഷത്തെ തന്നെ വീണ്ടും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് വാശിയുള്ള പോലെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ പോക്കിപ്പോ. എനിക്ക് തോന്നുന്നു ഈ രമേശിന് ഇതിനകത്ത് എന്തോ കാര്യമായിട്ട് ഈ അജണ്ട, എനിക്ക് തോന്നുന്നു രമേശനാണെന്ന് തോന്നുന്നു ഇതിന്റെ കൊട്ടേഷൻ എടുത്തേക്കുന്നത്. കാരണം അല്ലെ, രമേശൻ ഇത്രയും ആരോഗ്യമെല്ലാം നശിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയെ പോലും രമേശനല്ലേ ഇത്രയും കിടന്ന് കുത്തിമറിയേണ്ട ആവശ്യമുണ്ടോ? രമേശന് എന്തോ കാര്യമായിട്ട് ഒരു ലക്ഷണം ഉണ്ടല്ലോ, എന്ത് തോന്നുന്നു? സുനില, ഇതിലേ ഞാനിപ്പോ എന്തെങ്കിലും പറയുമ്പോൾ ഒരു പക്ഷെ കോൺഗ്രസ്സുകാർ ചിലപ്പോൾ എന്നെ കല്ലറിയും. പക്ഷെ പറയാതിരിക്കാൻ വഴിയില്ല. എന്താണെന്നറിയോ? ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം നഷ്ടപ്പെടുത്തിയ മുഖ്യ പങ്ക് വഹിച്ച ആള് രമേശ് ചെന്നിത്തല, VD സതീശനാണ്. അതുപോലെ തന്നെ അതിനുശേഷം VM സുധീരൻ, TM പ്രതാപൻ, VD സതീശൻ, പിന്നെ ഇവരുള്ള ഈ ആളുകളാണ് ഈ തുടർഭരണം ഉമ്മൻചാണ്ടി നഷ്ടപ്പെട്ടത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തല കളി മുഴുവൻ കളിച്ച്. അന്ന് രമേശ് ചെന്നിത്തല നാവായി നടന്നത് VD സതീശനായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ എല്ലാ ചാനലുകളിലും കയറിയിരുന്നത്. ആ രമേശ് ചെന്നിത്തല അന്ന് മുതൽ തുടങ്ങിയതാണ് മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കാണുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം ലാസ്റ്റ് ആഭ്യന്തരമന്ത്രിയിൽ ഒതുങ്ങി. ഉപമുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞു, അതിന് നടന്നില്ല. ലാസ്റ്റ് ആഭ്യന്തരമന്ത്രിയിൽ ഒതുങ്ങി. അന്ന് പിന്നെ ഈ ഗ്രൂപ്പുകാരെല്ലാവരും തമ്മിത്തല്ലി, ഗ്രൂപ്പുകാരെല്ലാവരും രമേശിന്റെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും പ്രശ്നമുണ്ടാക്കി, തമ്മിത്തല്ലുണ്ടാക്കി. എന്റെ ഓർമ്മയിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇനി അങ്ങനെ ഉമ്മൻചാണ്ടി ഭരിക്കണ്ട, ഇത്രയും ഭരിച്ചില്ലേ, അത് മതി. ഇനി വീണ്ടും ഉമ്മൻചാണ്ടി വന്ന് നമ്മുടെ ഗ്രൂപ്പ് ഇല്ലാതാവുമെന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ ഗ്രൂപ്പുകാരും ശക്തമായിട്ട് ഇടപെട്ടിട്ടാണ്, ശക്തമായിട്ട് എതിർപ്പ് കാണിച്ചിട്ടാണ് ഈ ഉമ്മൻചാണ്ടിയുടെ അധികാരത്തിൽ നിന്നും ഇറക്കിയത്. ഒരു തർക്കം വേണ്ട. ഇവരിപ്പോഴും ചെയ്യാൻ പോണത് ഇത് തന്നെയാണ്. ഇവിടെ കോൺഗ്രസ് രക്ഷപ്പെടണമെന്നോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഇവരിപ്പോഴും നിലകൊള്ളില്ല. അവർക്ക് അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയ വ്യക്തി താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കാലത്തും നടക്കുന്നത്. ഇതിനൊരു മാറ്റം വരാതെ കേരളം രക്ഷപ്പെടുന്നത് എനിക്ക് തോന്നാനില്ല.
ഇതുപോലെ ഒരു കാര്യം നോക്കുക, ഇന്ന് ഇവിടുത്തെ ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ നോക്കി ഞാൻ സത്യം പറയുന്നത് നമുക്ക് കൊതി വരുന്ന ഒരു അവസ്ഥ. അതായത് നല്ല യുവ നേതാക്കന്മാർ, നല്ല കഴിവുറ്റ, നല്ല ഭാവിയുള്ള കഴിവുള്ള യുവ നേതാക്കന്മാർ ഒരൊറ്റ പാർട്ടിയിൽ ഇല്ല. ഈ കോൺഗ്രസിലുള്ള ഇത്രയും മിടുക്കന്മാരായ ഒരു യുവ നേതൃത്വം, അതായത് ഇത്രയും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഗാലറിയിൽ ഇരുന്ന ഈ ഒരു പ്രസ്ഥാനത്തില് ഇതിനെ വിശ്വസിച്ച് ഇപ്പോഴും ഈ ഒരു യുവനിര നിൽക്കുന്ന ഇവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു വഞ്ചനയല്ലേ ഈ മുതുകാളുകൾ കാണിക്കുന്ന ഈ പണികള്? തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറിന്റെ അടുത്ത്, ഇന്ന് കേരളത്തില് ഇത്രയും നല്ല ക്ലീൻ ഇമേജ് ഉള്ള, പേഴ്സണാലിറ്റി ഉള്ള, ജനപിന്തുണയുള്ള ഒരു 5-6 ചെറുപ്പക്കാരെ കാണിച്ചു തരാൻ പറഞ്ഞ കോൺഗ്രസിലല്ലാതെ വേറെ ഏത് പാർട്ടിയിലല്ലേ? ഞാൻ പേരെണ്ണി പറഞ്ഞുതരാം. ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, രാഹുൽ മാങ്കൂട്ടത്തില്, അബിൻ വർക്കി, ഇപ്പൊ പുതിയതായിട്ട് BJP വന്ന സന്ദീപ് വാര്യര്, BRM ഷഫീർ, വിഷ്ണുനാഥ്, യെസ്, PC വിഷ്ണുനാഥ്, വിട്ടുപോയി, PC വിഷ്ണുനാഥ്. ഇങ്ങനെ ഒരു വലിയൊരു നീണ്ട നിര തന്നെ യുവാക്കളുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ജനങ്ങൾക്കും താല്പര്യമാണ്, യുവാക്കൾക്കും താല്പര്യമാണ്, കോൺഗ്രസ്സുകാർക്ക് പ്രതിപക്ഷത്തിന് പോലും താല്പര്യമാണ്, എതിർ പാർട്ടിക്കാർക്ക് പോലും താല്പര്യമുള്ള നേതാക്കന്മാരായ യുവാക്കളാണ് ഇവരെല്ലാവരും. ഇവരെയൊക്കെ മാറ്റി നിർത്തി ഞങ്ങൾ തന്നെ ചെയ്താൽ മതി, ഞങ്ങൾ അങ്ങോട്ട് പറയും, ഞങ്ങൾ അങ്ങോട്ട് ചെയ്യും. ഇപ്പൊ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ വരുന്നത് അവിടെ ഒരു വിഷയമല്ല, ഒരു ചർച്ചാ വിഷയമല്ല. വെറുതെ ഈ ഇടതുപക്ഷം വലതുപക്ഷം ഇവന്റെ പേരും പറഞ്ഞ് നടക്കണതല്ലാതെ അവന്റെ പേര് ആര് മൂന്ന് യുവ നേതാക്കന്മാർ ഇവരാരും കളത്തിലിറങ്ങുക പോലും വേണ്ട. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തില്, നമ്മുടെ ഷാഫി പറമ്പില്, അബിൻ വർക്കി, ഇതുപോലെയുള്ള സന്ദീപ് വാര്യര്, PC വിഷ്ണുനാഥ്, അബിൻ വർക്കി, ഇതുപോലെയുള്ളവർ മാത്രം അവിടെ പോയാൽ പോലും നമ്മൾ പ്രൊഡിക്ട് ചെയ്തത് 10-15,000 വോട്ടിന് ജയിക്കുന്ന പറഞ്ഞേ. പക്ഷെ ഇവന്മാര്, ഈ വൃത്തികെട്ടവന്മാര്, ഈ രമേശ് ചെന്നിത്തല, കെ സുധാകരനെ പോലുള്ള ജന്മങ്ങള് ആ വഴിക്കൂടെ പോകാതിരുന്നു കഴിഞ്ഞാൽ അവര് പോയ 10 വോട്ട് കുറയത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് ഈ ഫോർമുല. ഷാഫി പറമ്പലും, സന്ദീപ് വാര്യരും, രാഹുൽ മാങ്കൂട്ടത്തിലും, അബിൻ വർക്കിയും, അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോ ജോണും, നമ്മുടെ മാത്യു കുഴൽനാടനും, ഇവരൊക്കെ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ബാക്കിയുള്ളൊക്കെ വീട്ടിൽ കയറി ഇരുന്നോട്ടെ. ഒരു പ്രവർത്തനം വേണ്ട. അവർ വെറുതെ മണ്ഡലത്തിൽ ഉണ്ടായാൽ മതി 5 പേര്. 5 പേരുടെ ഉണ്ടായാൽ മതി. മാത്യു കുഴൽനാട് ഒരു സൈഡ് കൊടുക്കുക, ഷാഫിക്ക് മൊത്തത്തിന്റെ ചുമതല കൊടുക്കുക. അങ്ങനെ ചുമതല ശശി തരൂരിനെ ഇവര് ഇപ്പൊ നിലമ്പൂർ ശശി തരൂരിന് വെച്ചില്ലെങ്കിലും ആ നിലമ്പൂർ ശശി തരൂർ അവിടെ നിന്ന് വന്നു പോയാൽ തന്നെ അതിന്റെ മാറ്റം ഉണ്ടാവും. പിന്നെ വെറുതെ വന്ന ജനസമുദ്രം. അതുപോലെ തന്നെ ഒന്ന് ഓർത്ത് നോക്കി, ഇതുപോലൊരു മരവാഴെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഒരു മെത്രാമാരുടെ ഒരു ചെരുപ്പ് നക്കി ഒരു തന്നെ കൊണ്ടുവച്ചേക്കുന്നത് ഇവന്റെ എന്തെങ്കിലും ശബ്ദ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരാളെ പദവിയിലുണ്ടെന്നൊരു തോന്നൽ എന്തെങ്കിലും, അതായത് ഒരു KPCCയുടെ ഒരു നായകൻ, ഒരു പാർട്ടിയുടെ ഒരു നായകൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ ആ പാഴിന്റെ? അതിപ്പം വെച്ചപ്പോ എല്ലാവർക്കും അറിയാലോ. അത് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവുള്ള കാര്യമൊന്നല്ലാന്ന്, ഗുണത്തിന് വേണ്ടിയിട്ടോ ഗുണമുണ്ടായിട്ടോ അല്ലാന്ന് എല്ലാവർക്കും അറിയാം. ഇതിപ്പോ മല്ലികാർജുൻ ഖാർഗെ വെച്ചേക്കുന്ന പോലെ തന്നെ ഒരു ഡെമ്മി. അതെ, അത്രേ ഉള്ളൂ. ഈ ഡെമ്മിയെ കൊണ്ട് വെക്കുന്നതിനേക്കാളും ഭേദമല്ലായിരുന്നോ ഒന്ന് മൂക്ക് കയറിട്ട് പിടിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ K സുധാകരൻ? ഒന്നും സംശയം പോലെ തർക്കമുണ്ടോ? അതിന് ഒരു തർക്കമില്ല. സുധാകരനെ കുറച്ചും കൂടി ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു 4-5 ആളുകളെ കൂടെ സപ്പോർട്ടിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ K സുധാകരനെ ഒന്ന് മൂക്കേറിട്ട് പിടിച്ച് അവിടെ ഇരുത്തി ഈ 4-5 പേരെയും കൂടെ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഈ പാർട്ടിക്ക് ഉള്ള കുഴി തോണ്ടാതെയും ഇരിക്കത്തില്ലായിരുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു. സുധാകരന് സ്വതന്ത്രമായിട്ട് പ്രവർത്തികളുടെ അധികാരം കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ അവന്റെ കൂടെ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് മോശക്കാരൊന്നും അല്ല. പക്ഷെ ഒരു അധികാരം സ്വതന്ത്രമായിട്ട് പാർട്ടിയെ നയിക്കാനൊരു അധികാരം കൊടുത്തില്ലായിരുന്നല്ലോ. ഉദാഹരണം മൂക്കുകാരിട്ട് ഒരു സൈഡിൽ ഒതുക്കി ഇരുത്തി ഒന്നും ചെയ്യാൻ അനുവദിക്കാതെ എന്താ പറയുക 2 കാലം എനിക്ക് നടക്കാൻ പറ്റാത്ത രൂപത്തിൽ അപ്പുറത്തും ഇപ്പുറത്ത് പൂട്ടിട്ടേക്കായിരുന്നു. ഉദാഹരണം നന്നായിട്ട് രോഗിയായിട്ടൊക്കെ ചിത്രീകരിക്കുകയും ചെയ്തു. നല്ല പാർട്ടിക്കാരൻ നമ്മൾ കോൺഗ്രസ്സുകാരല്ലേ, അല്ലാണ്ടാരാ? വേറെ ആരും പറയുന്നില്ല അദ്ദേഹം രോഗിയാണെന്നോ അല്ലെ അദ്ദേഹത്തിന് വയ്യാന്നോ അദ്ദേഹത്തിന് സുഖമില്ല. ഇതിനേക്കാളും എത്രയോ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മളുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അതെ, അവരാരും പറയില്ലല്ലോ. CPM-കാരും പറയില്ലല്ലോ. ഇവിടെ പറയുന്നത് ഇവിടെ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ. സുധാകരന് വയ്യാന്ന് പറയുന്നത് CPM-കാരോ ഇടതുപക്ഷക്കാരാണോ? അല്ലല്ലോ. പറഞ്ഞിട്ടുണ്ടോ? ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇന്ന രോഗമാണ്, ബോംബെ പോയത്, ഇത് സംബന്ധിച്ചിട്ടുള്ള സകല വിവരങ്ങളും പുറത്തുവിട്ട് ഇദ്ദേഹത്തെ നാറ്റിച്ചത് ഇവര് തന്നെയല്ലേ? അതിന്റെ കാരണം എന്താ? ഈ സുധാകരൻ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന KC വേണുഗോപാലിന്, ഈ പറഞ്ഞ VD സതീശന്, രമേശ് ചെന്നിത്തലയുടെ അത്ര വലിയ ഐഡിയകളും വർക്കൗട്ട് ആവില്ല. സുധാകരന്റെ നിലപാടുകളുണ്ട്. KPCC സ്ഥാനത്തിരിക്കുന്ന ഇപ്പൊ ഈ ഒരു മരപ്പൊട്ടനെ അവിടെ ഇരുത്തേക്കുന്നുണ്ട്. ഇവന്മാർക്ക് കയറി ഈ അൻവർ വിഷയത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഇവനെയൊക്കെ ആരാണ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നത്? രമേശ് ചെന്നിത്തലയാണ് ബൈറ്റ് കൊടുക്കുന്നത് മാധ്യമങ്ങൾക്ക്. അതിന്റെ പ്രത്യേകത എന്താ?
ഇയാൾക്ക് എന്ത് പോർട്ട്ഫോളിയോ ആണ് കൊടുത്തേക്കുന്നത്? അതാണ് ഞാൻ, അതായത് രമേശ് ചെന്നിത്തല ഇത് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അപ്പുറത്ത് ഓടുന്ന ഒരാളാണ് ഈ KC വേണുഗോപാലിനെ രമേശ് ചെന്നിത്തല. അതേസമയം കഴിവുള്ള ഒരാളാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തെങ്കിൽ ഇടയിൽ നീ ആരാണ് പാർട്ടിയുടെ കാര്യം പറയാൻ? ഇവിടെ ഞാനുണ്ട് പറയാൻ, അല്ലെങ്കിൽ അതിന്റെ ഔദ്യോഗിക വക്താക്കളുണ്ട്. മിണ്ടരുത്, പാർട്ടിക്ക് ഒരേ സൗണ്ടേ കേൾക്കാവുള്ളൂ എന്ന് പറയാൻ ഒരു ആംബിയർ ഉള്ള ഒരു ആണൊരുത്തൻ അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കിടകൾ കിടന്ന് ചാടുമായിരുന്നോ? കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ആൺകുട്ടി KPCC പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് മുരളീധരനാ. വേറെ ആളുണ്ടായിട്ടില്ല, വേറെ ഒരാളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരൊറ്റ ആള് പോലും ഇതുപോലെ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ പറയാനായിട്ട് ഞങ്ങൾ പണ്ടവിടെ KPCC കമ്മിറ്റി ഉണ്ടല്ലോ, ഞാനിവിടെ ഉണ്ട്, അത് പറയാനായിട്ട് നീ അല്ല പറയേണ്ട എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു KPCC പ്രസിഡന്റ് ഇന്നുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നേ. അത് ഉണ്ടായിട്ടുള്ള ഒറ്റ മനുഷ്യരുള്ളൂ മുരളീധരൻ. സ്വന്തം അച്ഛനോടാണെങ്കിൽ പോലും കാര്യം മുഖത്ത് നോക്കി പറയുന്ന നട്ടലുള്ള ഒരു KPCC പ്രസിഡന്റ്. അദ്ദേഹത്തെ പിടിച്ച് ആക്കിയില്ലല്ലോ, എന്താ വീണ്ടും ആക്കാനേ? ഇതുപോലത്തെ മരവാഴകളെ മതി. ഇവർക്ക് അവര് പറയുമ്പോ അങ്ങോട്ട് ചാടുന്ന കുഞ്ഞിരാമ, ഇങ്ങോട്ട് ചാടുന്ന കുഞ്ഞിരാമ, അങ്ങോട്ടും ഇങ്ങോട്ട് ചാടുന്ന കുഞ്ഞിരാമനെ വേണ്ടു. അല്ലാണ്ട് KPCC പ്രസിഡന്റ് പാർട്ടി നയിക്കാൻ ഒരാൾ വേണമെന്നില്ല, അതാണ് വിഷയം. ഒരു പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ദേശീയ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെ പോലെ ആൾ വന്നാൽ, AICC പ്രസിഡന്റ് ആയിട്ട് വന്നാൽ ഈ പാർട്ടി ഇന്ത്യയിൽ മൊത്തം നഷ്ടപ്പെട്ടേനെ. അത് മൊത്തം മുടക്കി ഇല്ലാതാക്കിയിട്ട് ഈ വേണ്ട ശിവകുമാറില്ലേ, അങ്ങനെ എത്രയോ ആൾക്കാർ വേറെ ഉണ്ട്. അതൊന്നും പറ്റി ഈ ഗാർഗനെ കൊണ്ടിരിക്കുക എന്തുകൊണ്ടാ? സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയും പറയുന്നതാണ് നടക്കണം, അത് അതിനപ്പുറത്തൊന്നും പോകാൻ പാടില്ല. കാണിക്കാൻ ഒരു ഫേസ്, ബാക്കി കാര്യങ്ങൾ നടത്താൻ അവര് അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ മെത്രാന്മാരുടെ ഒരു ചെരുപ്പ് നക്കിയെ കൊണ്ട് അവിടെ വെച്ചിട്ട്, ഡമ്മിയെ കൊണ്ട് വെച്ചിട്ട് ഈ പറയുന്ന ഉസ്മാൻ രമേശ് കിടന്ന് ഇവിടെ കുത്തിമറിയുക. അതെ അതെ, ഇത് ഇപ്പൊ കയ്യോടെ രമേശ് ചെന്നിത്തലയ്ക്കും ഈ നേതാക്കന്മാർക്ക് മൂക്കായിട്ടില്ലെങ്കിൽ കോൺഗ്രസ് നിരമ്പലിച്ച ഒന്ന് മാത്രമല്ല, വീണ്ടും 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരും. ഉറപ്പാണ്, ഒരു തർക്കവും വേണ്ട. ഇതിപ്പോ മൂക്കായി ഇട്ടില്ലെങ്കിൽ 100% ഞാൻ ഉറപ്പ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.